السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس آني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ സയ്യിദ് അവരുകൾ, നമ്മുടെ ഈ മഹത്തായ പരിപാടി വിലപ്പെട്ട ഉപദേശങ്ങളെ കൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച ഒന്നരായ മുസൽ മദനി ഉസ്താദ്, വേദിയിലുള്ള സക്കരിയ ഫൈസി ഉസ്താദ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ മഹാരഥന്മാരായ ഉസ്താദുമാർ, നേതാക്കൾ, ഉമറാക്കൾ,
മുതഅല്ലിമുകൾ, ഈ ഇൽമിൻ്റെ സദസ്സ് ധന്യമാക്കിയ ഉപ്പമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ മഞ്ചേശ്വരം ഡിവിഷൻ SSFൻ്റെ സാഹിത്യോത്സവം നാളെയും മറ്റന്നാളുമായി ഇവിടെ നടക്കുകയാണ്. അതിനുവേണ്ടി ഇത്രയും നല്ല സൗകര്യമുള്ള പന്തലും മറ്റും എല്ലാം ഒരുക്കിയിട്ട് ഈ നാട്ടിലെയും പരിസരത്തുള്ള ആളുകൾക്കും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കേൾക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ സാഹിത്യോത്സവിൻ്റെ മുന്നോടിയായി സംഘടിപ്പിച്ചിട്ടുള്ള ഇൽമിൻ്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ സദസ്സ് കാരണം രണ്ട് ലോകത്തും വിജയിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വലിയ ആവേശത്തോടുകൂടെയാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കാം എന്ന് ഇവിടുന്ന് വിളിച്ചപ്പോൾ ഏറ്റെടുത്തത്. ഇത്തവണ ഹജ്ജിന് പോയി വന്നതിന് ശേഷം, സാധാരണഗതിയിൽ ഹജ്ജിന് പോയി വന്നാലൊക്കെ ഉണ്ടാകുന്ന അവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ ചുമയും ശക്തമായ കഫക്കെട്ടും എല്ലാം ഉണ്ടായി. അൽഹംദുലില്ലാ ഇപ്പോൾ ചുമയൊക്കെ മാറി. അതിങ്ങനെ ഇടയ്ക്കൊരു ചുമ, അത് മുമ്പ് തന്നെയുള്ള ചുമയാണ്. അത് ഹജ്ജുമായി ബന്ധപ്പെട്ട ചുമ ഒന്നുമല്ല. അങ്ങനെ ഹജ്ജിന് പോയി വന്നതിന് ശേഷമുള്ള 4ാമത്തെ പ്രഭാഷണമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നലെ ഇവിടെ തൊട്ടടുത്ത് പാവൂരിൽ വന്ന് വഅദ് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നേരെ ദർസിൽ പോയി. ഇപ്പോൾ ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഈ വഅദും കഴിഞ്ഞ് നേരെ ദർസിൽ പോയി. നാളെ ഇൻഷാ അല്ലാഹ് മഗ്രിബിന് തലശ്ശേരിയിലാണ്, അവിടെ പെരിങ്ങത്തൂർ SSFൻ്റെ സാഹിത്യോത്സവിൻ്റെ മുന്നോടിയായിട്ട് ഒരു വഅദ് മോന്താലിൽ വെച്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മലപ്പുറം ജില്ലയിൽ പുൽപ്പറ്റ മർക്കസിൽ വെച്ച് അതും SSFൻ്റെ സാഹിത്യോത്സവിൻ്റെ മുന്നോടിയായിട്ടുള്ള വഅദ് ഏറ്റതാണ്. അങ്ങനെ SSFൻ്റെ സാഹിത്യോത്സവിൻ്റെ വേദിയിൽ വഅദിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ വലിയ ആവേശത്തോടെ ഏറ്റെടുക്കാനുള്ള കാരണം തന്നെ ഞങ്ങളൊക്കെ ഇതുപോലത്തെ SSFൻ്റെ സാഹിത്യോത്സവിൻ്റെ വേദിയിൽ പ്രസംഗിച്ചു പഠിച്ചവരാണ്, ആ അവസരം ഉപയോഗപ്പെടുത്തിയവരാണ്. അപ്പോൾ കർണാടകയിൽ, ഇതിപ്പോൾ കേരളമാണല്ലോ, മഞ്ചേശ്വരം ഡിവിഷനാണ്. അപ്പോൾ കർണാടകയിൽ പ്രതിഭോത്സവ എന്നാണ് അപ്പോൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ഒരുപോലെ ആകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നേതാക്കന്മാരെ തീരുമാനം വന്ന്, അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ സാഹിത്യോത്സവ കർണാടകയിൽ നടന്നപ്പോൾ സാഹിത്യോത്സവ എന്നാണ് പേര് വെച്ചത്. പ്രതിഭോത്സവ പോയി. അപ്പോൾ അന്നത്തെ SSFൻ്റെ പ്രതിഭോത്സവിലൊക്കെ മത്സരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാകാൻ കാരണം. അല്ലാഹു ഇവിടെ നടക്കുന്ന സാഹിത്യോത്സവ പരിപാടികളും മറ്റും എല്ലാം അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്.
പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസ് അതിലെ ഒരു ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ പരലോകത്തെ ആഗ്രഹിക്കുകയും ലക്ഷ്യം വെക്കുകയും വേണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ആഖിറം ലക്ഷ്യം വെച്ച് ജീവിക്കണം. എന്ത് ചെയ്യുമ്പോഴും ലക്ഷ്യം അദ്ദാറൽ ആഖിറ, പരലോകമാകണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. വലാ തൻസ നസീബക മിനദ് ദുനിയ. ആ ദുനിയാവ് കൊണ്ട് ആഖിറം കരസ്ഥമാക്കാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ് ആ ആയത്തിന്റെ താല്പര്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ദുനിയാവിൽ എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കരഗതമാക്കേണ്ടത്, കരസ്ഥമാക്കേണ്ടത് ആഖിറമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ലാ തൻസ സുഹ്ഹത വഖുവത വശബബക വഗീക. മഹാനവറുകൾ നിന്റെ ആരോഗ്യം നീ മറന്നു പോകരുത്, നിന്റെ ശേഷിയും കഴിവും ഒരിക്കലും നീ മറന്നു പോകരുത്, നിന്റെ യുവത്വം നീ മറന്നു പോകരുത്, നിന്റെ ഐശ്വര്യം, സാമ്പത്തിക ശേഷി ഒരിക്കലും നീ അത് മറന്നു പോകരുത്. നിനക്ക് അല്ലാഹു തആല നൽകിയ ആരോഗ്യമായാലും അതുപോലെ തന്നെ ശാരീരിക ശേഷിയും അതുപോലെ യുവത്വവും സാമ്പത്തിക പുരോഗതിയും ഒരിക്കലും മറന്നുപോകാതെ അതിനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവൻ ആകണം എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് ഉപദേശിച്ചു കൊടുക്കുന്നു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യം നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് 5 കാര്യം നിങ്ങൾ സ്വായത്തമാക്കണം, നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം. ഈ സദസ്സിൽ ധാരാളം യുവാക്കളെ കാണുന്നത് കൊണ്ട് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ശബാബക ഖബ്ല ഹറമിക. വാർദ്ധക്യത്തിനു മുമ്പ് യുവത്വം നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം. യുവത്വം എന്നത് കുറച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകുന്നതാണ്. നമ്മുടെ മൂസൽ മദനി ഉസ്താദും ഈ സ്റ്റേജിൽ ഇരിക്കുന്ന പല ഉസ്താദുമാരും അവരെയൊക്കെ ഞങ്ങൾ മുതഅല്ലിമുകളായി പഠിക്കുന്ന സമയത്ത് തന്നെ കണ്ടവരായിരുന്നു. അന്ന് അവർ യുവാക്കളായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളെക്കാളൊക്കെ കുറേ പ്രായമുള്ളവരായി അവരെ കാണുമ്പോൾ നമുക്ക് കാണുന്നു. അത് അങ്ങനെ തന്നെയാണ്. ഇനി ഞങ്ങൾക്കും അല്ലാഹു തആല ഈ ദുനിയാവിൽ ആയുസ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വാർദ്ധക്യം ഞങ്ങളെയും പിടികൂടും. ഇപ്പൊ തന്നെ കുറച്ച് രോമങ്ങളൊക്കെ നിരക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സിഗ്നൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ വാർദ്ധക്യത്തിലേക്ക് മനുഷ്യനിങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. ആ വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വം പിന്നീട് ഒരിക്കലും അത് തിരിച്ചു വരികയില്ല. അതുകൊണ്ടാണ് യുവത്വം നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസുഹ്ഹതക ഖബ്ല സഖമിക. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട് നിങ്ങൾക്ക്, കുറച്ച് കഴിഞ്ഞാൽ പല രോഗങ്ങളും നിങ്ങളെ
പിടികൂടിയേനെ. ആ രോഗങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിനു മുമ്പ് നിങ്ങളുടെ ആരോഗ്യം നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം. ഇന്നലെ നിങ്ങളുടെ ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് പാവൂർ എന്ന സ്ഥലത്തായിരുന്നു വഅദ്. ആ വഅദ് കഴിഞ്ഞ് രാത്രി മടങ്ങിപ്പോകുമ്പോൾ സാധാരണഗതിയിൽ ഹോട്ടലിലൊന്നും കയറി ഭക്ഷണം കഴിക്കാറില്ല. പക്ഷെ പതിവിന് വിപരീതമായി ഇന്നലെ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിലെ ഒരാൾ, അദ്ദേഹം ആ ഹോട്ടൽ നടത്തുന്ന പാർട്ട്ണർമാരിൽ ഒരാളാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അദ്ദേഹം എൻ്റെ അരികിൽ ഇരുന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഒരു മകൻ ഉണ്ട്. പ്രത്യക്ഷത്തിൽ ആ മകന് ഒരു കുഴപ്പവും ഇല്ല, നിങ്ങളെപ്പോലെ തന്നെ കാണാനുണ്ട്, പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് എന്നോടും എൻ്റെ കൂടെ ഇരിക്കുന്നവരോടും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകന് എത്രയാണ് പ്രായം? എൻ്റെ യുവാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, എൻ്റെ വഅദ് കേൾക്കുന്ന സഹോദരിമാർ, യുവതികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു 23 വയസ്സാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഉള്ള സമയത്ത് തന്നെ ഏത് സമയവും ജീവൻ പോകാൻ ഇടയുണ്ട് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ കുട്ടിയാണ് എൻ്റെ മകൻ. ആ മകന്റെ പേര് പറഞ്ഞു, പേര് ഉനൈസ് എന്നാണ്. അല്ലാഹു തആല ആ സഹോദരന് പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആ സഹോദരൻ മകനെ കുറിച്ച് ഇദ്ദേഹം പറയാണ്, ആ മോന്റെ പ്രത്യേകത എന്താണ്? ഹാർട്ട് ഉൾട്ടയാണെന്നാ പറഞ്ഞ. എല്ലാരും ഹാർട്ട് നേരാണെങ്കിൽ എൻ്റെ മോന്റെ ഹാർട്ട് നേരെ ഉൾട്ടയാണ്. ഓക്സിജൻ കുറവാണ്, വല്ലാതെ ശ്വാസമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ മകൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടിയ മോനാണ്. ആ എൻ്റെ മകൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നപ്പോൾ ഞാൻ കൂടെയുണ്ടായിരുന്നു. ആ വാങ്ങിയ സർട്ടിഫിക്കറ്റ് നെഞ്ചിലേക്ക് ചേർത്തി വെച്ച് സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ആരോഗ്യം പോലും എൻ്റെ മകന് ഇല്ലാതെയായിപ്പോയി. ഞാൻ ആ രംഗം കണ്ട് കരഞ്ഞുപോയി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് എല്ലാ സദസ്സൊന്നും എൻ്റെ മോൻക്ക് വേണ്ടി ദുആ ചെയ്യണം പറഞ്ഞു. അല്ലാഹു തആല ശിഫാ നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പല ചെറുപ്പക്കാരുടെയും ആരോഗ്യത്തിന്റെ അവസ്ഥ. ഈ അടുത്ത് ഞാൻ യുവാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി കണ്ട അനുഭവം പറയാം. ഈ അടുത്ത് മംഗലാപുരത്ത് ഒരാൾ വല്ലാതെ നിർബന്ധിച്ചു കൊണ്ടുപോയതുകൊണ്ട് ഒരു ഫ്ലാറ്റിൽ കയറി. അവിടെ ഫർവേസ് എന്ന് പറയുന്ന, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എഞ്ചിനീയറാണ്, ഫർവേസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് ശാരീരികമായി ചലനമില്ലാതെ അവിടുന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ശരീരമാസകലം മെലിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ആളോട് ചോദിച്ചു, ഈ ഫർവേസിന്റെ നേരത്തെയുള്ള ഫോട്ടോ ഒന്ന് കാണിക്കാമോ? നോക്കുമ്പോ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഫോട്ടോ കാണിച്ചതെന്ന്. ഇപ്പോ ആ ഫർവേസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാസത്തില് നല്ല വരുമാനം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ്. എന്തോ ഒരു അസുഖം പിടികൂടിയിട്ട് അവിടുന്ന് ചലനമറ്റ് കിടക്കുകയാണ്. ശരീരമാസകലം മെലിഞ്ഞു പോയിട്ടുണ്ട്. ഡോക്ടർമാരൊരു പ്രതീക്ഷയും പറയുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അല്ലാഹുവേ, നീ അവർക്ക് പരിപൂർണ ശിഫാ നൽകണം റഹ്മാനെ. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഏത് സമയത്തും ഇതുപോലത്തെ അസുഖങ്ങൾ നമ്മെ പിടികൂടാൻ സാധ്യതയുണ്ട്. അല്ലാഹു നമ്മെ എല്ലാം സലാമത്താക്കി തരട്ടെ. പക്ഷേ രോഗം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചോ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമാണ്. നേരത്തെ ഞാൻ ഇവിടെ കയറി വരുമ്പോ ഒന്നരായ ഉസ്താദ് അവരുകൾ, ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് കൂറത്ത് തങ്ങളുപ്പാപ്പ നവ്വറല്ലാഹു മർക്കദ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, മഹാനരെ കുറിച്ച് ഇവിടുന്ന് സംസാരിക്കുന്നത് കേട്ടു.
അതൊക്കെ നമുക്ക് വലിയ പാഠമാണ്, നമുക്ക് വലിയ ഉപദേശമാണ്. കാരണം എന്തേ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ഇന്നലില്ലാഹി ഇബാദൻ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകളുടെ പ്രത്യേകത എന്താണ്? ഖുലിഖൂ ലിഹവായിജിൻ നാസ്, അവരെ അല്ലാഹു തആല പടച്ചത് തന്നെ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കാനാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ യുവത്വവും മഹാനവരുകളുടെ ആരോഗ്യവും ജനങ്ങളുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കാൻ ഉപയോഗിച്ചു. ആളുകൾ വന്ന് സങ്കടം പറയുമ്പോൾ, പ്രയാസം പറയുമ്പോ അവിടുന്ന് അതാ മന്ത്രിച്ചു കൊടുക്കുന്നു, ഖുർആൻ ഓതാൻ ആവശ്യപ്പെടുന്നു. അവിടുന്ന് അതാ വെള്ളത്തിൽ മന്ത്രിച്ചു ഊതിക്കൊടുക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അതാ അവിടുന്ന് നിറവേറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മഹാനവരുകൾ ഒരു നിമിത്തമാകുന്നു. അങ്ങനെ ചില അടിമകളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഏറ്റവും ഖൈറായ മുസ്ലിം ആരാണ്? ഏറ്റവും ഉത്തമൻ ആരാണ്? ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? അംഫഉകും ലിന്നാസ്, കുറെ കാലം ഇവിടെ ജീവിച്ച് മരിച്ചു പോയതുകൊണ്ടായില്ല. ഖൈറുക്കും അംഫഉകും ലിന്നാസ്, നിങ്ങളിലെ ഏറ്റവും ഖൈറായവർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരാണ്. എന്നെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകണം, നിങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകണം. ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം ഏതാണ്? സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ ഇദ്ഖാലുസ് സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ സന്തോഷം പ്രവേശിപ്പിക്കുക, സന്തോഷമിട്ടു കൊടുക്കുക, അതാണ് ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം. ഓ യുവാക്കളെ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടുത്തെ ആയുസ്സിനിടയിൽ ജീവിതകാലത്ത് എത്ര ആളുകളുടെ മനസ്സിലാണ് സന്തോഷമിട്ട് കൊടുത്തത്. കുട്ടികളില്ല എന്ന് സങ്കടം വന്നു പറഞ്ഞ ആളുകൾക്ക് പലതും അവിടുന്ന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അതനുസരിച്ചതാ കുട്ടികൾ ഉണ്ടാകുന്നു. അതുപോലെ മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും, ഇതുപോലെ നിത്യരോഗികളായ പലരും മഹാനവരുകളുടെ അരികിൽ വന്ന് ആവലാതി പറയുമ്പോ അവിടുന്ന് അതാ നിർദ്ദേശനം നൽകുന്നു, മന്ത്രിക്കുന്നു, ചൊല്ലിപ്പറയാൻ പറയുന്നു. അതിന്റെ ബറക്കത്തുകൊണ്ട് അവരുടെ രോഗം മാറുന്നു. ആ രോഗം മാറുമ്പോൾ അവരുടെ മനസ്സിൽ എന്തൊരു സന്തോഷമാണ്. ആ സന്തോഷം തങ്ങളവരുകൾ ആ ഈമാനുള്ള ജനങ്ങളുടെ ഖൽബിൽ ഇട്ടുകൊടുക്കുന്നു. ഇതിനേക്കാൾ ഖൈറായത് വേറെയില്ല. അതുകൊണ്ടല്ലേ ആ ജനങ്ങൾക്ക് മഹാനരിൽ ഉണ്ടായിരുന്ന അംഗീകാരം. വളരെ ചെറിയ കാലമല്ലേ ജീവിച്ചത്. ഞാൻ ഇന്നലെയും വഅദ് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്, അതേ എട്ടിക്കുളത്ത് വെച്ച് നമ്മുടെ പ്രാസ്ഥാനിക രംഗത്തുള്ള ഏറ്റവും തലപ്പത്തു നിൽക്കുന്ന നേതൃത്വങ്ങളിൽ ഒന്നായ കുമ്പോള് തറവാട്ടിലെ കാരണവർ ബഹുമാനപ്പെട്ട കുമ്പോള് തങ്ങളുപ്പാപ്പ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവിടുന്ന് എട്ടിക്കുളത്ത് വെച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. അതിന്റെ ഒരു വീഡിയോ കേട്ടതാണ്. വളരെ പെട്ടെന്നങ്ങ് പൊന്തി പെട്ടെന്നങ്ങ് അസ്തമിച്ചു പോയ സൂര്യ തേജസ് എന്നാണ് ബഹുമാനപ്പെട്ട കൂറത്ത തങ്ങളുപ്പാപ്പാനെ കുറിച്ച് മഹാനവരുകൾ പറഞ്ഞത്. വളരെ ചെറിയ കാലയളവ് ജീവിച്ചു. 63 വയസ്സ് പിന്നിട്ടു 64ആയി. അപ്പോഴേക്ക് ലോകത്തോട് വിട പറയുകയാണ്. പക്ഷേ ആ ചെറിയ കാലയളവിനിടയിൽ അവിടുന്ന് എത്ര ആളുകളെയാണ് അനുയായിയായി ഉണ്ടാക്കിയെടുത്തത്. അതിന് തെളിവല്ലേ മഹാനവരുകൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ അവിടുത്തെ ജനാസയുടെ അരികിൽ ഒരുമിച്ചു കൂടിയ ആളുകൾ എത്രയാണ്, ജനാസ നിസ്കരിക്കാൻ വന്നവർ എത്രയാണ്.
ഉള്ളാളത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആർക്കും പ്രതീക്ഷയില്ല ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ജനാസയെ കാണിച്ചു തരും എന്ന്. ജനാസയെ കാണണമെന്ന് ആഗ്രഹിച്ച് അവിടെ ഒരുമിച്ചു കൂടിയ ധാരാളം സ്നേഹജനങ്ങൾ, പക്ഷേ കാണിക്കൂല എന്ന് ഉറപ്പിച്ചിട്ട് പോലും അവരാരും മടങ്ങിപ്പോയില്ല. മണിക്കൂറുകളോളം പള്ളിയിലും പള്ളി പരിസരത്തും മഹാനവരുകളുടെ ജനാസയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എന്നിട്ട് ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കുന്നു, തഹ്ലീൽ ചൊല്ലുന്നു. എത്ര സ്ഥലങ്ങളിലാണ്? 4 സ്ഥലങ്ങളിൽ ജനാസ നിസ്കാരം നടന്നു. അതെല്ലാം കൂടി ഒറ്റ സ്ഥലത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എത്ര ആളുകളെ ഉണ്ടാക്കിയിട്ടാണ് മഹാനവരുകൾ ലോകത്തോട് വിട പറഞ്ഞത്. അതാണ് ചില ആളുകൾക്ക് ദുനിയാവിൽ അല്ലാഹു തആല ഭൂമിയിൽ വലിയ അംഗീകാരം കൊടുക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞില്ലേ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫഅഹിബ്ബൂഹു, അയാളെ നിങ്ങളും സ്നേഹിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മലക്കുകളെ വിളിച്ചിട്ട് പറയാണ്, മലക്കുകളെ, അല്ലാഹു തആല ഇന്നയാളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എല്ലാരോടും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭൂമിയിൽ അവർക്ക് അല്ലാഹു തആല വലിയ അംഗീകാരം നൽകുന്നു. ആ അംഗീകാരമല്ലേ മഹാനവരുകളുടെ ജീവിതകാലത്തും മഹാനവരുകളുടെ വഫാത്തിന് ശേഷവും എനിക്കും നിങ്ങൾക്കും കാണാനിടയായത്. അല്ലാഹു തആല ഭൂമിയിൽ തന്നെ വലിയ അംഗീകാരം കൊടുത്തില്ലേ? മഹാനവരുകൾ ഉണ്ടോ പറഞ്ഞാൽ അത് തീരുന്നത്, നമുക്കത് വലിയ പാഠമാകണം. മഹാനവരുകളുടെ ജീവിതം എങ്ങനെയായിരുന്നു? സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ധാരാളം ഖുർആൻ പാരായണം ചെയ്യും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നില് വായിച്ചു, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഒരാളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചു. നോക്കുമ്പോൾ എന്താ പറയുന്നത്? പരിപാടി എന്നെ ആളുകൾ ക്ഷണിച്ചാൽ വേഗം ഞാൻ ഏറ്റെടുക്കും. തങ്ങളുപ്പാപ്പ പറയാണ്, കുറെ ദൂരെ നിന്ന് ആളുകൾ ക്ഷണിച്ചാൽ, പരിപാടിക്ക് ക്ഷണിച്ചാൽ ഞാൻ വേഗം ഏറ്റെടുക്കും. എന്ത് ഏറ്റെടുക്കാൻ കാരണം? അപ്പൊ വണ്ടിയിൽ കുറെ യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. ആ യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ അങ്ങ് ഖുർആൻ ഓതാൻ പറ്റും. അപ്പൊ ദീർഘനേരം ഖുർആൻ ഓതാൻ ഒരു അവസരം ഉണ്ടാവും. യാത്രയിലാവുമ്പോ പിന്നെ ഇങ്ങനെ ഓതുമ്പോ അറിയൂല. അതുകൊണ്ടാണ് ദൂരെ നിന്ന് ആളുകൾ പരിപാടിക്ക് ക്ഷണിച്ചാൽ വേഗം ഏറ്റെടുക്കാൻ കാരണം. അപ്പൊ ഈ കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു, അല്ല തങ്ങളപ്പ, നിങ്ങൾ ഇത്രയെല്ലാം ഖുർആൻ ഓതിയിട്ട് ഇത് ആരുടെ പേരിലൊക്കെയാണ് ഹദിയ ചെയ്യുക? അപ്പൊ മഹാനവരുകൾ പറയാണ്, ഞാൻ എല്ലാ ഔലിയാക്കളെ പേരിലും ഹദിയ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഔലിയാക്കളെ പേരിലും ഈ ഓതിയത് ഹദിയ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ ചില ആളുകൾ മുസ്ലിംകളാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ തന്നെ പറയാണ്, കുത്തുബിയത്ത് ചൊല്ലാൻ പാടില്ല, കുത്തുബിയത്ത് ചൊല്ലിയ ആൾക്ക് ഈമാൻ കിട്ടിയിട്ട് മരിക്കാൻ കഴിയില്ല, ഔലിയാക്കളെ അവലംബിക്കാൻ പാടില്ല, ഔലിയാക്കളെ അവലംബിച്ച ആൾക്ക് ഈമാൻ കിട്ടിയിട്ട് മരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ വഫാത്ത് നേരിൽ കണ്ട് അനുഭവിച്ച ആളുകൾ പരസ്യമായി പറയാണ്, മക്കളടക്കം, ബാപ്പ മരിക്കണതിന് മുമ്പ് ശൈഖ് ജീലാനി തങ്ങളുടെ പേരുച്ചരിക്കുന്നു. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ എങ്ങ് ചൊല്ലി മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളുപ്പാപ്പ എത്ര കുത്തുബിയത്തിന്റെ സദസ്സിനാണ് നേതൃത്വം നൽകിയിരുന്നത്. ഇവിടെ തന്നെ നേരത്തെ ഉസ്താദ് സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ, നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാനെയാണ് ഇവിടത്തെ സദസ്സിന് നേതൃത്വം നൽകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്, മഹാനവരുകളെയാണ് എന്ന് പറഞ്ഞില്ലേ. ഞാന് ബൈത്തടക്കത്ത് ഓതിപ്പടിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്താണ് ഈ കൂറ എന്ന പ്രദേശം. അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ആ പരിസരത്ത് വീടുകളിൽ പോലും കുത്തുബിയത്ത് നടക്കുമ്പോൾ കുത്തുബിയത്തിന് നടക്കുന്ന വീട്ടിൽ നേതൃത്വം നൽകാൻ മഹാനവരുകളാ വരിക.
ആ ഭാഗത്തൊക്കെ ഖുത്ബിയത്ത് ജീവസുറ്റതാക്കിയത് തന്നെ മഹാനവരികളാണ്. നേതൃത്വം നൽകാൻ വീടുകളിൽ ഖുത്ബിയത്തിന് നേതൃത്വം നൽകാൻ തങ്ങളുപ്പാപ്പ വരും. ആ ഖുത്ബിയത്ത് ജീവിതത്തിൽ നിത്യമാക്കിയ ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരികളോട് വലിയ ബന്ധം സ്ഥാപിച്ച ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വഫാത്താകുമ്പോ ഉറക്കെ കലിമ ചൊല്ലിയിട്ടാ മരിച്ചത്. എന്റെ ഉമ്മമാര് വാത് കേൾക്കുന്നുണ്ടാകുമല്ലോ, സഹോദരിമാര് വാത് കേൾക്കുന്നുണ്ടാകുമല്ലോ. ഇന്നിപ്പോ എല്ലാ ഗ്രൂപ്പുകളാണ്, വാട്സപ്പ് ഗ്രൂപ്പ്. എന്താണ്, ഒരു നാടുണ്ടായാൽ ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്, മജിർപ്പള്ള. അപ്പൊ മജിർപ്പള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഉദാഹരണം പറയാം, ഇവിടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഉദാഹരണം പറയാം. അപ്പൊ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ആളുകളും അതിലുണ്ടാവും. കാരണം ഫ്രണ്ട്സ് ആണല്ലോ. ഫ്രണ്ട്സ് ആവുമ്പോ സുന്നികളുണ്ടാവും, സുന്നികളല്ലാത്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പൊ അതില് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ പലതും വീഡിയോകൾ അതിലേക്ക് ഷെയർ ചെയ്യും. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുപോകുന്നു. അപ്പൊ ഇനി കൂടുതൽ നേരമൊന്നും സംസാരിക്കാൻ അവസരമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഉമ്മമാര് ഏത് ഭാഗത്താണ് അപ്പുറം ഉമ്മമാർക്ക് പ്രത്യേകം പന്തല് തന്നെ നല്ല സൗകര്യത്തോട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മമാരെ ഞങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു, നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്താക്കി തരട്ടെ. അപ്പൊ ഒരു നാട്ടിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരും പാർട്ട്ണർമാരും ബിസിനസ്സുകാരും എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ടാകും. ഇപ്പൊ ഇന്നത്തെ അവസ്ഥയാണിത്. ബിദ്അത്ത് വല്ലാതെ കയറിക്കൂടുന്ന ഒരവസ്ഥ പറയാണ്. അപ്പൊ എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ടാവും. എന്നിട്ടോ നമ്മൾ ഫ്രണ്ട്സുമാരാണല്ലോ, കുഴപ്പമില്ല എന്നാണ്. എന്നിട്ട് പുത്തനാശയക്കാരൻ അതിൽ അവന്റെ ആശയം ഇങ്ങനെ കുത്തിവെക്കാൻ തുടങ്ങും. ഓരോ ക്ലിപ്പിടും, പലതും അതിൽ ഷെയർ ചെയ്യും. അപ്പോഴേക്ക് ഇവൻ എന്തൊക്കെയോ തോന്നുകയാണ്, അതിലുള്ള ആളുകൾക്ക് പലതും തോന്നുകയാണ്. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ പെട്ടുപോയി ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് പറയുമ്പോ ചിലപ്പോ അവര് പറയും, കണ്ടാ ഇവർക്ക് പേടിയാണ്, ഞങ്ങളെ ക്ലിപ്പ് കേട്ടാല് സുന്നികളൊക്കെ ബിദ്അത്തുകാരായി മാറും എന്ന പേടി ഇവർക്കുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. പേടി തന്നെയാണ്. കാരണം ഒരാൾ ബിദ്അത്തുകാരനായാല് പിന്നെ തൗബ ചെയ്യാതെ അതോടുകൂടെ മരിച്ചാൽ അയാൾക്ക് ഈമാൻ കിട്ടിയിട്ട് മരിക്കാൻ കഴിയോ? ഇതിനേക്കാൾ വലിയ പേടി വേറെന്താണ് എന്ന് കരുതിയിട്ട് തന്നെയാണ് അത് പറയുന്നത് തന്നെ. അത് എല്ലാ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും വളരെ ഗൗരവത്തിൽ ചിന്തിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഉറക്കെ കലിമ ചൊല്ലിയിട്ടല്ലേ മരിച്ചത്. ഒരു ഉമ്മാക്കും സംശയം തോന്നണ്ട, കുത്തുബിയത്ത് ചൊല്ലിയ ആൾക്ക് ഈമാൻ കിട്ടി മരിക്കാൻ കഴിയില്ല എന്ന്. ജീവിതത്തിൽ കുത്തുബിയത്ത് പതിവാക്കിയ ബഹുമാനപ്പെട്ടവർ മഹാനവരുകൾ ഉറക്കെ കലിമ ചൊല്ലിയിട്ടാണ് മരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാനോടുകൂടെയുള്ള മരണം നൽകട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. അപ്പോ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടെ നിന്ന് ഇങ്ങനെ പറയാണ്, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമളാനിൽ 60 ഖത്തം തീർത്തിട്ടുണ്ട്. അപ്പൊ എനിക്കും ഒന്ന് നടക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് റമളാനിൽ 28 ഖത്തും തീർത്തു എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചോ, പരിശുദ്ധ റമളാനിലെ 28 ഖത്തും. റമളാനിൽ 28 ഖത്തും തീർക്കും. അത് ചിലപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും റമളാനിൽ ഇങ്ങനെ ധാരാളം ഖത്തും തീർക്കും. ഒരു റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഖത്തുമ് തുടങ്ങണമെങ്കിൽ അടുത്ത റമളാൻ വരണം. തങ്ങൾ അങ്ങനെയല്ല, എല്ലാ മാസവും ഖത്തുമാണ്. എന്നാലോ അവിടുന്ന് വഫാത്തായിട്ടുണ്ടെന്നത് ശരിയാണ്, മരണം ഹക്കാണ്. ഈ ലോകത്തോട് യാത്ര പറയാൻ ഓരോരുത്തർക്കും അല്ലാഹു തആല ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എത്തിയാൽ എല്ലാവരും ലോകത്തോട് വിട പറയും. പക്ഷേ മഹാനവരുകൾ വഫാത്തായിട്ടുണ്ടെങ്കിലും ഈ പരിസരത്തുള്ള മുഅ്മിനുകളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ജനങ്ങളെ, നമുക്ക് വലിയ ആശ്വാസം എന്താണ്? മഹാനവരുകൾ നമ്മുടെ പരിസരത്ത് തന്നെ അതാ കിടക്കുന്നു എന്നത് വലിയ അതേ ആശ്വാസമാണല്ലോ. കാരണം കൂറ എന്ന പ്രദേശം കുറെ ദൂരെയൊന്നുമല്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ പോയി സിയാറത്ത് ചെയ്ത് വരാൻ പറ്റിയ സ്ഥലം അത്ര ദൂരെയുള്ളൂ. അതുകൊണ്ടാണ് അത് നമുക്ക് വലിയ ആശ്വാസമാണ്, വലിയ പ്രതീക്ഷയാണ്.
ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അതേ അവിടുത്തെ റൗള ഷരീഫിന്റെ ചാരത്ത് നിന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉരുവിട്ട വരികളുണ്ടല്ലോ, ഇന്നും കിതാബുകളിൽ കാണാമല്ലോ. അത് ധാരാളം വരികൾ ഉള്ളതാണ്. ആ കൂട്ടത്തിൽ ഒരു വരി ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചു. വലഖദ് വലദ്നാഹു വഫീനാ ഖബ്റുഹു. അതിന്റെ അപ്പുറം ബാക്കിയും ഉണ്ട്. അതിന്റെ ആദ്യ ഭാഗം അങ്ങനെയാണ്. വലഖദ് വലദ്നാഹു വഫീനാ ഖബ്റുഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ അതേ വഫാത്തായി എന്നത് ശരിയാണ്. പക്ഷേ ഞങ്ങൾക്കുള്ളൊരു പ്രതീക്ഷ എന്താണ്? റൗള ഷരീഫിന്റെ ചാരത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ഞങ്ങൾക്കിടയിൽ തന്നെ ജനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഇതാ വഫാത്തായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്താണ്? വഫീനാ ഖബ്റുഹു. അവിടുത്തെ ഖബ്റു ഷരീഫ് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട് എന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ആ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പേരക്കുട്ടിയായ തങ്ങളവരുകൾ വഫാത്തായപ്പോഴും അവിടുന്ന് സ്നേഹിക്കുന്ന സ്നേഹജനങ്ങളായ ഞങ്ങൾക്കും പറയാനുള്ളത് അതാണ്. വലഖദ് വലദ്നാഹു വഫീനാ ഖബ്റുഹു. ഞങ്ങൾക്കിടയിൽ ജനിച്ച മഹാനവരുകൾ അവിടുത്തെ ഖബർ ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടല്ലോ. ഓ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഈമാനുള്ള കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എന്തിനാണ് ഞാനിത് പറഞ്ഞത്? അവിടുത്തെ ഈ ചുരുങ്ങിയ ആയുസ്സിനിടയിൽ പലതും നേടേണ്ടുന്നത് പലതും അവിടുന്ന് നേടിയല്ലോ. ഈ സാധുവായ ഞാൻ എന്ത് നേടിയിട്ടുണ്ട്? നിങ്ങൾ എന്ത് നേടിയിട്ടുണ്ട്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ശബാബക ഖബ്ല ഹറമിക വസിഹതക ഖബ്ല സഖമിക. കുറച്ച് കഴിഞ്ഞിട്ട് പല രോഗങ്ങളും നിങ്ങളെ പിടികൂടും. ആ രോഗങ്ങൾ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി നിങ്ങളുടെ യുവത്വം, നിങ്ങളുടെ ആരോഗ്യം നന്നായി ഉപയോഗപ്പെടുത്തണേ. ആരോഗ്യം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണം. ഇത് ഏത് മാസമാണ്? മുഹറം മാസമാണ്. ഈ മുഹറം മാസം ഒരു ആത്മവിചിന്തനത്തിന്റെ മാസമാണ്. ഓരോരുത്തരും അവരവരെ കുറിച്ച് സ്വന്തം വിലയിരുത്തേണ്ടുന്ന മാസമാണ്. മറ്റുള്ളവരെ കുറിച്ചല്ല വിലയിരുത്തേണ്ടത്. ഞാൻ നിങ്ങളെ കുറിച്ചല്ല, നിങ്ങൾ എന്നെ കുറിച്ചല്ല. സാധുവായ ഞാൻ എന്നെ കുറിച്ച് വിലയിരുത്തണം. എന്നിലുള്ള പോരായ്മകൾ തിരുത്താൻ നോക്കണം. ഇനിയുള്ള ആയുസ് എത്രയാണെന്നറിയില്ലല്ലോ. ഈ ആയുസ്സിനിടയിൽ എനിക്ക് എൻ്റെ ആഖിറത്തേക്ക് പലതും നേടിയെടുക്കാൻ കഴിയണം എന്ന വലിയ ചിന്തയോടെയല്ലേ ജീവിക്കേണ്ടത്. മുഹറം ഒരു പുതിയ വർഷം വരുമ്പോ അത് ആത്മവിചിന്തനത്തിന് വേണ്ടിയല്ലേ നന്നായി ഉപയോഗപ്പെടുത്തേണ്ടത്. ആത്മവിചിന്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഹജ്ജിന് പോയി വന്ന ഒരാള് അദ്ദേഹം ഞാൻ ഹജ്ജിന് പോയി വന്നല്ലോ എന്ന കേവലം വലിയ പ്രതീക്ഷയോടെ മാത്രം ജീവിച്ചാ മതിയോ? പറ്റൂല. ഹജ്ജിന് പോയി വന്നാൽ തിരിച്ചെത്തിയാൽ മഹാന്മാർ പറയുന്നു അവരുടെ നാടിനോട് അവരുടെ വീടിന്റെ അടുത്ത പള്ളിയിലാണ് അവരാദ്യം കയറേണ്ടത്. അവിടെയാണ് ഒരാൾ ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോ അവരുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത പള്ളി, ആ പള്ളിയിൽ കയറി ഞാൻ അങ്ങ് പോയി വന്നല്ലോ എന്ന് കരുതിയിട്ട് വളരെ സന്തോഷത്തോടെ ഒരു 2 റക്അത്ത് നിസ്കാരം അവന്റെ വീടിന്റെ അടുത്ത പള്ളിയിൽ കയറിയിട്ട് അവൻ നിസ്കരിക്കണം എന്ന് മഹാന്മാര് പഠിപ്പിച്ചു. ഇതുപോലെ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയുന്നു, സഹോദരിമാരോട് പറയുന്നു, ഭർത്താവ്
ഒരു ദീർഘയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഭർത്താവിന് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന ഭാര്യമാരാണ്. അല്ലാഹു തആല നമ്മുടെ ഭാര്യമാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എപ്പോഴും ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഭാര്യമാർ, അല്ലേ? ഞാൻ എൻ്റെ ഭാര്യൻ്റെ ഭക്ഷണമല്ല കഴിക്കണത്, എൻ്റെ ഉമ്മാൻ്റെ ഭക്ഷണമാണ് കഴിക്കണത് എന്ന് പറയുന്ന എത്ര ആളുണ്ടാവും? ഇല്ല, എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കാറില്ല, ഉമ്മ ഉണ്ടാക്കിയാണ് അങ്ങനെ പറയും. എപ്പോ മംഗലാവത്തവനാണെങ്കിൽ, കല്യാണം കഴിക്കാത്തവനാണെങ്കിൽ പിന്നെ ഭാര്യ ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് എന്തോ കശവിശി ഉണ്ടാക്കിയിട്ട് ഓളങ്ങ് എനിക്ക് ഇവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓളങ്ങ് പോയി കളഞ്ഞ പിന്നെ ഓളെ ഭക്ഷണം കിട്ടൂലല്ലോ. അങ്ങനെയല്ല, വീട്ടിൽ ഉമ്മയുണ്ട് ഭാര്യയുണ്ട്, എന്നാൽ ഉമ്മയും ഭാര്യയും എല്ലാവരും ചേർന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ ആ ഭക്ഷണം ഉണ്ടാക്കിയപ്പോ ഇവൻ മോൻ ചോദിക്കുകയാണ്, ആരാ ഉണ്ടാക്കിയത്, കറി ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടാവൂല. ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരിങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടാൽ, അടുക്കള എന്ന് പറഞ്ഞാൽ കിച്ചൺ റൂമിൽ പോയി ഇങ്ങനെ കറങ്ങുന്നത് കണ്ടാൽ അപ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇയാൾക്ക് നല്ല വിശപ്പുണ്ട് എന്ന് മനസ്സിലാവും, നല്ലോണം വിശന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ പോയി ഞാനിങ്ങനെ കറങ്ങുമ്പോൾ ഞാനിങ്ങനെ പറയും, ഈ ആണുങ്ങന്മാർ ഈ അടുപ്പുകാരാന്നാ ഞങ്ങളെ ഭാഷയിൽ പറയാം. കിച്ചണിൽ ഓരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് പൈക്കുന്നുണ്ട്, പസിയുണ്ട് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ട് കൂട്ടാനൊക്കെ നല്ല കറിയുണ്ട് എങ്കിൽ ഇയാൾ ചോദിക്കും, ഉമ്മ ആരാ കറി ഉണ്ടാക്കിയെന്ന് ചോദിക്കും ഉമ്മാനോട്. അതിനല്ലേ ചോദിക്കുക, ആരാ കറി ഉണ്ടാക്കിയത്? അപ്പൊ ഉമ്മ പറയും, കറി ഉണ്ടാക്കിയത് ഓളെന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ, കായ അരച്ചിട്ട് കൊടുത്തത് ഞാൻ എന്ന് പറയും. അങ്ങനെ ഇവിടെ കായ എന്ന് പറയാൻ കാര്യമില്ല. ആ മസാല ഒക്കെ കറി ഉണ്ടാക്കുമ്പോൾ മസാല ഒക്കെ വേണ്ടേ, നമുക്കിപ്പോ അതൊന്നും അറിയില്ലല്ലോ. അപ്പോ ആ കറിക്കുള്ള മസാല കായ എന്നാ ഞങ്ങളെ ഭാഷയിൽ പറയാം, അത് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ് എന്ന് പറയും. എന്താ കാരണം? ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല വഴി എന്താ? അവരെ അങ്ങ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പുകഴ്ത്തിയാൽ മതി. അതേ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് നിങ്ങളെ ഭാര്യനോട്, യാ മുഹമ്മദിന്റെ പോലത്തെ ബിരിയാണി എന്ത് ടേസ്റ്റ് റബ്ബേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കമന്റ് വരും. എന്താ കമന്റ് എന്നറിയോ? ഇനി എല്ലാ ദിവസവും അവിടെ തന്നെ കഴിച്ചോളി എന്നറിയും. അതെന്താ? അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് പുരുഷന്മാര് നല്ല ബുദ്ധി പ്രയോഗിച്ചിട്ട് വേണം വീട്ടിൽ സംസാരിക്കാൻ തന്നെ. അങ്ങനെയാണ്. അപ്പൊ ഭാര്യമാരോട് പറയേണ്ടത് എന്താ? എവിടുന്ന് ഭക്ഷണം കഴിച്ചാലും നിന്റെ ഭക്ഷണം പോലത്തൊരു ഭക്ഷണം ആവൂല എന്ന് പറഞ്ഞാൽ മതി. അത് നുണാവൂലല്ലോ, കളവാവൂലല്ലോ. എവിടുന്ന് ഭക്ഷണം കഴിച്ചാലും നിന്റെ ഭക്ഷണത്തിന്റെ നല്ല രുചി എവിടുന്ന് കിട്ടൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നുണാവാൻ സാധ്യതയുണ്ട്, കളവാക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിനേക്കാൾ രുചി വേറെ സ്ഥലത്ത് ഉണ്ടാവുമല്ലോ. അതേസമയത്ത് ഇത്ര പറഞ്ഞാൽ മതി, എവിടുന്ന് ഭക്ഷണം കഴിച്ചാലും നിന്റെ ഭക്ഷണം പോലത്തൊരു ഭക്ഷണം കിട്ടാൻ പ്രയാസമാണ്. അതങ്ങനെ തന്നെയല്ല. ആ ഭക്ഷണം പോലെ അത് ചിലപ്പോൾ നല്ലതാണെങ്കിലും അങ്ങനെ തന്നെ, മോശമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അത് പറയുമ്പോൾ ഈ ട്രിക്സ് ഒന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഇത് ചിലപ്പോൾ പറയുമ്പോൾ ഇനി പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ എന്നാലും അതവിടെ നിന്ന് ഇങ്ങനെ അവരിങ്ങനെ ചിന്തിച്ചിട്ട് അപ്പൊ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹമാണ്. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഒരല്പം പിറകോട്ടാണെങ്കിൽ പോലും ഇനി യൂട്യൂബും മറ്റുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒന്നും കൂടി ഭക്ഷണത്തിന്റെ രുചി മെച്ചപ്പെടുത്താൻ അവർ ശ്രമിക്കും. അള്ളാഹു ഉമ്മമാർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് ആമീൻ പറയും. അള്ളാഹു ഉമ്മമാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് ഈ സദസ്സ് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. സാധാരണഗതിയിൽ സാഹിത്യോത്സവം മഴക്കാലത്ത് ഉണ്ടാക്കാൻ കാരണം തന്നെ സംഘടനന്റെ പ്രോഗ്രാം ആ സമയത്ത് വേറെ കൂടുതലൊന്നും നടത്താൻ കഴിയാത്തത് കൊണ്ട് മഴക്കാലത്ത് സാഹിത്യോത്സവം നടത്തുകയാണ്. അപ്പൊ പിന്നെ അതിന്റെ മുന്നോടിയായിട്ട് വേദ വെക്കുമ്പോൾ സാധാരണഗതിയിൽ പിന്നെ കുറച്ച് മഴക്കാലത്താകുമ്പോൾ പിന്നെ അതനുസരിച്ചല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ മഞ്ചേശ്വർ ഡിവിഷൻ സാഹിത്യോത്സവം മാഷാ അല്ലാഹ്, ഇത് ഞാനിങ്ങനെ സദസ്സ് കാണുമ്പോൾ ഉറൂസ് സെറ്റാണോ എന്നിങ്ങനെ മനസ്സിലാക്കുകയാണ്. ഇത് ഉറൂസാണോ അല്ലെങ്കിൽ വേറെന്താണോ? കാരണം ഉറൂസിലൊക്കെ കൂടുന്നത് പോലെ ഞാൻ ഇവിടുത്തെ സംഘടനാ നേതാക്കളെയും സഹപ്രവർത്തകരെയും വ്യക്തിപരമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു SSFന്റെ സാഹിത്യോത്സവിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു വേദിന്റെ സദസ്സിൽ ഇത്ര ആളുകളെ ഒരുമിച്ച് കൂടാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചല്ലോ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അള്ളാഹു സന്തോഷം നൽകട്ടെ, ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. അപ്പൊ ഉമ്മ എന്നും നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഭർത്താവിന് എങ്കിൽ തന്നെ മഹാന്മാർ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ഒരു ഭർത്താവ് ദീർഘയാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ആ ഭർത്താവിനൊരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് പെണ്ണിന് നല്ല കൂലി കിട്ടുന്ന കാര്യമാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾ പറയും, നിങ്ങൾക്ക് വേറെ വിഷയമേ ഇല്ല, എപ്പം നോക്കിയെങ്കിൽ ഇതേ വിഷയം, ഫുഡാക്കി കൊടുക്കേണ്ട വിഷയ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട വിഷയം ഇല്ല ഉമ്മ. ഇമാമിങ്ങൾ പറഞ്ഞതാ പറയുന്നത്. ഒരു ദീർഘയാത്ര കഴിഞ്ഞിട്ടൊരു ഭർത്താവ് തിരിച്ചു വരുമ്പോ ആ ഭർത്താവിനുണ്ടാവും കുറച്ചു ദിവസം കഴിഞ്ഞല്ലോ ഭാര്യനെ കാണാൻ, ഭാര്യക്കുണ്ടാവും കുറച്ചു ദിവസം കഴിഞ്ഞല്ലോ ഭർത്താവിനെ കാണുമ്പോ. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ ഭർത്താവ് വരുന്നത്. അപ്പൊ ആ ഭർത്താവ് വീട്ടിലോട്ട് കടന്നു വരുമ്പോ മഹാന്മാര് പറയാണ്, ആ ഭർത്താവിന് വേണ്ടി യാത്ര കഴിഞ്ഞ് വരുന്ന ഭർത്താവിന്, അത് ഭർത്താവാകട്ടെ ആരാകട്ടെ, യാത്ര കഴിഞ്ഞ് വരുന്ന ആൾക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് സുന്നത്താണ്, പ്രത്യേകമായ ഭക്ഷണം. ആ ഭക്ഷണത്തിന് ഒരു പേര് തന്നെയുണ്ട് അറബിയിൽ, അതിന് അന്നഖീഅത്തു എന്നാ പറയാ. ആ ഭക്ഷണത്തിന് ഒരു ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാ കാരണം, അത് ഭർത്താവ് ഒരു യാത്ര കഴിഞ്ഞിട്ട് വരികയാണ്, അല്ലെങ്കിൽ വീട്ടിലെ ഉപ്പ മകൻ ഒരു യാത്ര കഴിഞ്ഞിട്ട് വരികയാണ്. ആ യാത്ര കഴിഞ്ഞിട്ട് വരുന്ന അവർക്കൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി ഒരുക്കി വെക്കുക എന്ന് മഹാന്മാർ പറഞ്ഞു. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വന്ന ഒരാള് വീടിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത പള്ളിയിൽ കയറിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കുക, അത് നല്ല കാര്യമാണ്. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ആ ഹജ്ജിന് പോയി വന്ന ആള്, അയാൾക്ക് ഞാൻ ഹജ്ജ് ചെയ്തു എന്ന വലിയ പ്രതീക്ഷ ഉണ്ടാകുന്നതോടെ, അല്ലാഹു തആല ഹജ്ജ് ചെയ്യാൻ അവസരം തന്നല്ലോ എന്ന സന്തോഷം ഖൽബിൽ ഉണ്ടാകുന്നതോടൊപ്പം ഇത്തവണ ഹജ്ജിന് പോകാൻ അവസരം കിട്ടി. ഞാൻ എൻ്റെ പല വഅലുകളിലും ദുആ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ, ഉമ്മാന്റെ കൈപിടിച്ച് ഹജ്ജ് ചെയ്യാൻ നീ അവസരം തരുന്നതിനു മുമ്പ് എനിക്ക് നീ ഒരു മരണം വിധിക്കല്ലേ അല്ലാഹ്. എന്റെ എല്ലാ വഅദിന്റെ സദസ്സിലും ഞാൻ അങ്ങനെയാണ് അവസാനം ദുആ ചെയ്യാറുള്ളത്. ആ ദുആ കേട്ട പല കൂട്ടുകാരും ഈ സദസ്സിലുണ്ടല്ലോ, പല ഉമ്മമാരുമുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബിന് അവസരം തന്നു. ഉമ്മാന്റെ കൈപിടിച്ച് തവാഫ് ചെയ്യാൻ സാധിച്ചു, സഅയ് ചെയ്യാൻ സാധിച്ചു. ആ ഉമ്മാനെ അതേ വീൽചെയറിൽ ഇരുത്തിയിട്ട് കൊണ്ടേണ്ട സ്ഥലത്ത് പലയിടത്തും കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഓ എന്റെ വാല് കേൾക്കുന്ന മക്കളെ, എന്റെ അനുജന്മാരെ, ബാപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം, അവരുടെ ജീവിതകാലത്ത് അവരെയും കൂട്ടിയിട്ട് നിങ്ങളൊന്ന് ഹജ്ജിന് പോകാൻ മറക്കരുത് കേട്ടോ. ചില മക്കളുണ്ട്, ഉമ്മാനെയും ബാപ്പാനെയും മാത്രം ഹജ്ജിന് പറഞ്ഞേക്കുന്ന മക്കള്. ഇത്തവണ ഞാൻ ഹജ്ജിന് പോയപ്പോ നേരിട്ട് കണ്ട രംഗം കണ്ടിട്ട് ഞാൻ അവിടുന്ന് കരുതിയതാണ്, നാട്ടിൽ വാല് പറയുമ്പോൾ ഇതങ്ങ് പറയണം. എത്രയാണ് പ്രായമുള്ള ഉപ്പമാരുമ്മമാര്, നല്ല പ്രായമുണ്ട്, ഹജ്ജിന് വരുന്നു. അവരെത്രയാണ് പ്രയാസപ്പെടുന്നത്. അവിടെ എത്ര KCF-കാരുണ്ടായാലും, എത്ര ICF-കാരുണ്ടായാലും, എത്ര RSC-കാരുണ്ടായാലും, ഏത് സംഘടനയുടെ ഹജ്ജ് വളണ്ടിയർമാർ എത്രയുണ്ടായാലും, അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി ഖിദ്മത്തുകൾ ഹാജിമാർക്ക് അവർ ചെയ്യുമെന്നത് ശരിയാണ്. പക്ഷേ എല്ലാം അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നുണ്ടോ? അതേ സമയത്ത് സ്വന്തം മക്കള് ബാപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ഹജ്ജിന് പോകുമ്പോ ആ ഉമ്മാനെയും ബാപ്പാനെയും ശ്രദ്ധിക്കാൻ മക്കൾക്ക് നല്ല അവസരം കിട്ടുമല്ലോ. ഞാൻ തന്നെ എൻ്റെ ഉമ്മാനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് പലയിടത്തും, അതേ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും മുസ്ദലിഫയിൽ നിന്ന് ജംറകളിലേക്ക് കല്ലേറ് നടത്താൻ ആ കസേരയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ പലരും ചോദിക്കാണ് ഇതാരാ? അപ്പൊ അവരൊക്കെ പല നാട്ടുകാരാണ്, ഇന്തോനേഷ്യക്കാരാണ്, മറ്റു പല രാഷ്ട്രക്കാരാണ്. ഞാനതെന്റെ ഉമ്മ എന്ന് പറയുമ്പോ അവരവിടുന്ന് അതാ ലൈക്കടിച്ചിട്ട് പറയാണ്, യു
ആർ ലക്കി, നീ ഒരു ലക്കിയാണ് കേട്ടോ, ഭാഗ്യം ലഭിച്ചവനാണ് കേട്ടോ. ഓ എന്റെ വാല് കേൾക്കുന്ന അനുജന്മാരെ, ഈ സദസ്സിലിരുന്ന് വാല് കേൾക്കുന്നവരായാലും ഓൺലൈനിൽ ലൈവായി വാല് കേൾക്കുന്നവരായാലും പറയട്ടെ, ഉമ്മാനെയും ബാപ്പാനെയും മാത്രം ഹജ്ജിന് പറഞ്ഞേക്കുന്നതിന് പകരം അവരെ ഹജ്ജിന് പറഞ്ഞേക്കുമ്പോ അവരെ കൂടെ മകനായ നീയും ഉണ്ടാകണം കേട്ടോ. ആ ഹജ്ജിന് പോയി വന്ന ആളുകൾ അവർക്ക് പ്രതീക്ഷ ഉണ്ടാകണം, ശരിയാണ്. കേവലം പ്രതീക്ഷ മാത്രം പോരാ, നല്ല പേടി വേണം കേട്ടോ. ആ പേടിയാണ് അലി ഇബ്നുൽ മുവഫ്ഫിഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എത്ര ഹജ്ജാണ് ചെയ്തത്? 1-2 ഹജ്ജുകളല്ല, ആഖിറം രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട് ഓരോരുത്തരും എത്ര നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അലി ഇബ്നുൽ മുവഫ്ഫിഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ 60 ഹജ്ജത്തൻ, ജീവിതകാലത്ത് മരിക്കുന്നതിന് മുമ്പായി 60 ഹജ്ജ് ചെയ്ത മഹാനാണ്. ജീവിതകാലത്ത് 60 ഹജ്ജ് ചെയ്ത മഹാനാണ് അലി ഇബ്നുൽ മുവഫ്ഫിഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ മഹാനവറുകൾ 60 ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം മഹാനവറുകൾ അതാ ഹിജ്ർ ഇസ്മായിലിന്റെ അരികിലങ്ങ് ഇരിക്കുകയാണ്. അവിടുന്ന് മഹാൻ പറയുന്നു, ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്റെ കാര്യം ഓർത്ത് ആലോചിക്കുകയാണ്, എത്ര ഹജ്ജാണ് ഞാൻ ചെയ്തത്. പടച്ച റബ്ബ് എനിക്ക് തന്ന ആയുസ്സിനിടയിൽ 60 ഹജ്ജ് എനിക്ക് ചെയ്യാൻ റബ്ബ് അവസരം തന്നല്ലോ. പക്ഷേ ആ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, വലാ അദ്രി ഹൽ ഖുബില മിന്നി ഹജ്ജി അംറുദ്ദാ. ഹിജ്ർ ഇസ്മായിലിന്റെ അരികിൽ ഇരുന്ന് കഅബയുടെ ചാരത്തിരുന്ന് അലി ഇബ്നുൽ മുവഫ്ഫിഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചിന്തിക്കുകയാണ്, ഈ ചെയ്ത 60 ഹജ്ജ് എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? അതല്ല, എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടില്ലേ? ഇത് എനിക്കറിയില്ലല്ലോ. ആഖിറം രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയല്ലേ? അവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നതോടൊപ്പം വലിയ പേടിയല്ലേ? ചെയ്ത നന്മകൾ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് വലിയ പേടിയല്ലേ? കൂറത്ത തങ്ങളുപ്പാപ്പ അത് തന്നെയല്ലേ പലപ്പോഴും പറയാറുള്ളത്. ഇവിടെ പലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്നത് വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ? മഹാനവറുകൾ അവിടെ നിന്നിങ്ങനെ ഇരുന്നിട്ട് കരയുമ്പോ മഹാൻ പറയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. തുമ്മനിംതു, ഞാനതാ ഉറങ്ങിപ്പോയി. ആ ഉറക്കിൽ ഞാൻ അവിടുന്ന് ഒരാള് വന്നിട്ട് എന്നോട് പറയാണ്, ഞാനതാ ഉറക്കം വന്നുപോയി. ആ ഉറക്കിൽ ഒരാള് വന്നിട്ട് എന്നോട് പറയാണ്, അല്ല അലി ഇബ്നുൽ മുവഫ്ഫിഖ് തങ്ങളെ, നിങ്ങൾ ചെയ്ത ഹജ്ജ് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നല്ലേ നിങ്ങളെ സംശയം? ഹൽ തദ്ഉ ഇലാ ബൈതിക ഇല്ലാ മൻ തുഹിബ്ബു. നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ ഇഷ്ടം വെക്കുന്ന ഒരാളെ അല്ലാതെ വേറെ ഒരാളെ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിക്കാറുണ്ടോ? അങ്ങനെ നിങ്ങൾ ക്ഷണിക്കുമോ? അതിന്റെ അർത്ഥം റബ്ബ് നിങ്ങളെ 60 തവണ റബ്ബിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടല്ലേ, നിങ്ങളെ പൊരുത്തപ്പെട്ടത് കൊണ്ടല്ലേ, നിങ്ങളെ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലേ ആ റബ്ബ് നിങ്ങളെ റബ്ബിന്റെ ഭവനത്തേക്ക് ക്ഷണിച്ചത്. മഹാനവറുകൾ പറയാണ്, ഈ വാചകം ഞാനങ്ങ് കേട്ടപ്പോ ഞാനങ്ങ് ഉണർന്നു പോയി. എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആഹ്ലാദമാണ്. അതുകൊണ്ട് മുഹറമിൽ ഉള്ള ഞാനും നിങ്ങളും വലിയ പ്രതീക്ഷ വേണം. ചെറിയ പ്രതീക്ഷയൊന്നും പോരാ, വലിയ പ്രതീക്ഷയോടൊപ്പം നല്ല പേടി വേണം. വിലയിരുത്തൽ നടത്തണം, നല്ല വിലയിരുത്തൽ വേണം. വിലയിരുത്തുമ്പോഴാണ് മനുഷ്യൻ നന്നാകുന്നത്. ഇവിടെ ഇപ്പൊ കൂടുതൽ പറയാൻ നേരമില്ല. ഒരു കച്ചവടം
ആ കച്ചവടം ഉഷാറാക്കണമെങ്കിൽ കച്ചവടക്കാരുണ്ടല്ലോ ഈ സദസ്സിൽ, ഒരു കച്ചവടം ആ കച്ചവടം ഉഷാറാക്കുമ്പോ നല്ലവണ്ണം വിലയിരുത്തണം. ഓരോ ദിവസവും കൃത്യമായിട്ട് കണക്കെടുക്കും. എത്രയാണ് കച്ചവടം ആയത്, എത്രയാണ് വിറ്റുപോയത് എന്ന് ശരിക്കും കണക്കെടുക്കും. അങ്ങനെ കൃത്യമായും കണക്കെടുക്കുമ്പോഴാണ്, ഒരു ആത്മവിചിന്തനം നടത്തുമ്പോഴാണ് കച്ചവടം ഉഷാറാക്കാൻ കഴിയുക. എല്ലാം അങ്ങനെ തന്നെയാണ്, വിലയിരുത്തുമ്പോഴാണ് എല്ലാം ഉഷാറാക്കാൻ കഴിയുക. അതിന് ഞങ്ങളെ വിലയിരുത്താൻ എവിടെ നേരം? നമുക്ക് മറ്റുള്ളവർ വിലയിരുത്താനാണല്ലോ സമയം മുഴുവനും. ഞാൻ എന്നെ കുറിച്ച് വിലയിരുത്തണം, നിങ്ങൾ നിങ്ങളെ കുറിച്ച് വിലയിരുത്തണം. എങ്ങനെയാ വിലയിരുത്തേണ്ടത്? എന്റെ കഴിഞ്ഞ ദിവസത്തിന്റെ ജീവിതം എന്തായിരുന്നു, എന്റെ ഇന്നത്തെ ജീവിതം എന്തായിരുന്നു, എന്റെ നാളത്തെ ജീവിതം എങ്ങനെയായിരിക്കണം, ഞാൻ ധരിക്കുന്ന കുപ്പായത്തിന്റെ നിലവാരം എന്താണ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നിലവാരം എന്താണ്, ഞാൻ കുടിക്കുന്ന പാനീയത്തിന്റെ നിലവാരം എന്താണ് എന്നതിനെ കുറിച്ച് ശരിക്കും ചിന്തിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് മനുഷ്യന് ഒന്നും കൂടി നന്നാകാൻ കഴിയുക. അതുകൊണ്ടാണ് മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, ഒരു മനുഷ്യൻ മുത്തഖീങ്ങളിൽ പെടണമെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം എന്താ? മുത്തഖിയാകണം. അല്ലാഹു ഞങ്ങളൊക്കെ മുത്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ. എന്തിനാണ് മുത്തഖിയാകുന്നത് ഉമ്മമാരെ? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീകൾക്കാണ് അവസാനത്തെ വിജയം. ഏതാണ് അവസാനത്തെ വിജയം? ഉറക്കയങ്ങ കലിമ ചൊല്ലിയിട്ടുള്ള മരണം, സ്വർഗം കണ്ട് പുഞ്ചിരിച്ചിട്ടുള്ള മരണം, അത് മുത്തഖീങ്ങൾക്കുള്ള മരണമാണ്. അതാണ് അവസാന വിജയം. ആ അന്ത്യവിജയം മുത്തഖീങ്ങൾക്കാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ മുത്തഖീങ്ങളിൽ ഞാനും നിങ്ങളും പെടണം. ഓ എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, മുത്തഖീങ്ങളിൽ പെടണം എങ്കിൽ നമ്മുടെ സദസ്സിന് ആത്മീയമായ നേതൃത്വം നൽകാൻ ഒന്നരായ ഷഹീർ തങ്ങൾ അവരുകൾ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. തങ്ങളവരുകൾ നേരത്തെ എത്തിയതാണോ അല്ല എത്തേണ്ട സമയത്ത് എത്തിയതാണോ ഒന്നും എനിക്കറിയില്ല. തങ്ങൾക്ക് പലയിടത്തും പോകാനുണ്ടാവും. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ മുത്തഖീങ്ങളിൽ പെടണം. മുത്തഖീങ്ങളിൽ പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മുത്തഖീങ്ങളിൽ പെടാൻ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതാണ്. മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മമാർ മനസ്സിലാക്കണം, ഖുർആൻ ഓതിയാ മാത്രം പോരാ, നിസ്കരിച്ചാ മാത്രം പോരാ, ദിക്റുകൾ ചൊല്ലിയാ മാത്രം പോരാ, അതെല്ലാം വേണം. അതൊക്കെ ഉണ്ടാകുന്നതിന് പുറമെ മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ യകൂനു റജുലു മിനൽ മുത്തഖീന, ഒരാള് മുത്തഖീങ്ങളിൽ പെടൂല കേട്ടോ. ഏതുവരെ? ഹത്താ യുഹാസിബ നഫ്സഹു അശദ്ദ മിൻ മുഹാസബത്തി ശരീകിഹി, മറ്റുള്ളവനെ കുറിച്ച് വിലയിരുത്തുന്നതിനേക്കാളും സ്വന്തത്തെ വിലയിരുത്തുന്നത് വരെ ഒരാളും മുത്തഖീങ്ങളിൽ പെടൂല. എങ്ങനെയാണ് സ്വന്തത്തെ വിലയിരുത്തേണ്ടത്? ഇത് പറഞ്ഞതിന് ശേഷം മൈമൂൻ ഇബ്നു മെഹ്റാൻ തങ്ങൾ പറയാണ്, ഹത്താ യഅലമ മിൻ ഐന മത്അമുഹു, അവൻ എവിടെന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് അവൻ അറിഞ്ഞിരിക്കണം. വമിൻ ഐന മൽബസുഹു, അവൻ എവിടെന്നാണ് കുപ്പായം ധരിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത് എന്നവൻ അറിഞ്ഞിരിക്കണം. വമിൻ ഐന മശറബുഹു, അവൻ എവിടെന്നാണ് കുടിക്കുന്നത് എന്നവൻ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ധരിച്ച കുപ്പായവും അവൻ കഴിച്ച ഭക്ഷണവും അവൻ കുടിച്ച പാനീയവും അമിൻ ഹില്ലിൻ ദാലിക അമിൻ ഹറാം, അത് ഹറാമായ സമ്പാദ്യത്തിൽ നിന്നാണോ അതല്ല പടച്ച റബ്ബ് ഹലാലാക്കി തന്ന സമ്പാദ്യത്തിൽ നിന്നാണോ എന്ന് അവൻ അതെ അറിയുന്നത് വരെ അവൻ അവിടുന്ന് കുപ്പായം ധരിക്കൂല, അവൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. ഈ പരിശുദ്ധ മുഹറം മാസം അങ്ങനെ ഒരു ആത്മവിചിന്തനം നടത്തിയിട്ട് സ്വന്തം വിലയിരുത്തേണ്ട ഒരു സമയമാണല്ലോ.
അങ്ങനെ നല്ല വിലയിരുത്തുന്ന ആളുകൾ ആകണോ. എന്റെ ആഖിറം രക്ഷപ്പെടാൻ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണോ. എന്ത് ചെയ്താലാണ് ആഖിറം രക്ഷപ്പെടുക ഒന്നും പറയാൻ പറ്റൂല. ദുനിയാവിൽ ധിക്കാരം കാണിച്ച് ജീവിച്ച എത്ര ആളുകളാണ്. അവരെ പടച്ച റബ്ബ് വെറുതെ വിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. എത്ര വലിയ ധിക്കാരം കാണിച്ച് നടന്ന ആളുകളില്ലേ. അല്ലാഹ് അവരെ വെറുതെ വിട്ടോ ഇല്ല. അതേ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ അങ്ങനെ ധിക്കാരം കാണിച്ചിട്ട് ജീവിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ ആരാണ്? ദുഷ്ടനായ ഖാറൂൻ. ആ ഖാറൂനിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ. ഖാറൂൻ എന്ന മനുഷ്യൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ ഫബഗാ അലൈഹി, ആ ഖാറൂൻ വല്ലാതെ ധിക്കാരം കാണിച്ചു കേട്ടോ. മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനതയോട് വല്ലാതെ ധിക്കാരം കാണിച്ചു. ആ ഖാറൂനിനെ അല്ലാഹു തആല കൊടുത്തത് അല്ലാഹ് എടുത്തു പറയാണ്. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. ഖാറൂനിന് ഞാൻ ധാരാളം സമ്പാദ്യം കൊടുത്തു, ഒരുപാട് നിധികൾ കൊടുത്തു. ആ സമ്പാദ്യത്തിന്റെ പെരുപ്പം എത്രയാണ്? ആ ഖാറൂനിന്റെ ഖജനാവ് തുറക്കാനുള്ള താക്കോല് അതേ ഒരാളെ കൊണ്ട് ചുമക്കാൻ കഴിയില്ല. ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നിച്ചേ ചുമക്കാൻ കഴിയൂ. അത് പല അഭിപ്രായം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, നല്ല മല്ലന്മാരായ ആരോഗ്യ ദൃഢഗാത്രന്മാരായ 40 പുരുഷന്മാരെ കൊണ്ടല്ലാതെ ആ ചാവി ചുമക്കാൻ കഴിയില്ല, ആ താക്കോല് ചുമക്കാൻ കഴിയില്ല. അത്രയെല്ലാം പടച്ച റബ്ബ് സൗകര്യം കൊടുത്തിട്ട് പോലും ആ ഖാറൂന് റബ്ബിനെ മറന്ന് നടന്നില്ലേ. ഓ ചെറുപ്പക്കാരെ, മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം റബ്ബ് പിടിക്കുമെന്ന ധാരണ വേണം. റബ്ബ് പൊരുത്തപ്പെടാത്ത തോന്നിവാസങ്ങളുടെ പിന്നിൽ പോകുമ്പോ ഒരു ദിവസം റബ്ബ് പിടിക്കുമെന്ന ബോധം വേണം. കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം പലതും ചെയ്യുമ്പോ ഇന്ന് ഞാനിങ്ങനെ തോന്നിവാസം ചെയ്യാൻ റബ്ബ് എനിക്ക് അവസരം തന്നു, ശരിയാണ്. ഒരു ദിവസം റബ്ബ് എന്നെ പിടിക്കും, ഉറപ്പാണ് എന്ന ബോധം വേണം. എന്നിട്ട് ഖാറൂനിനെ കുറിച്ച് അല്ലാഹ് പറയുന്നത് നോക്കൂ നിങ്ങള്. ഇത്രയെല്ലാം ആ മനുഷ്യന് ചെയ്തു കൊടുത്തിട്ട് പോലും ആ മനുഷ്യൻ വല്ലാത്ത ധിക്കാരം കാണിച്ചു. ആ ധിക്കാരം കാണിച്ചതിന്റെ കാരണം പറയാണ്. ധാരാളം സമ്പത്ത് ഞാൻ ഖാറൂനിന് കൊടുത്തപ്പോ ആ സമ്പത്തിന്റെ പേരിലാണ് ഖാറൂന് ധിക്കാരം കാണിച്ചത് എന്നാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. ആ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഖാറൂനിന്റെ അഹങ്കാരത്തിന്റെ സ്വഭാവം പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം ചെയ്ത ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖാറൂനിലുള്ള ഒരു പ്രത്യേകമായ സ്വഭാവം എടുത്തു പറയുന്നുണ്ട്. ഖാറൂനിന്റെ അഹങ്കാരത്തിന്റെ ലക്ഷണത്തിന്റെ ഭാഗമാണ് അതേ അവിടുന്ന് നെരിയാണിക്ക് താഴോട്ട് അതേ വസ്ത്രം വലിച്ചു കൊണ്ടുപോകുന്നു. അത് ഖാറൂനിന്റെ അഹങ്കാരത്തിന്റെ അടയാളമാണ്. അഹങ്കരിച്ചിട്ട് അഹന്തയോടുകൂടെ നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം വലിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവം അത് ഖാറൂനിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവമുള്ള മുഅ്മിനീങ്ങൾ പുരുഷന്മാര് ശ്രദ്ധിക്കണോ. എപ്പോഴും പാന്റ് ധരിക്കുമ്പോൾ ആയാലും, ചെറുപ്പക്കാരെ യുവാക്കളെ, പാന്റ് ധരിക്കുമ്പോൾ ആയാലും പ്രായമുള്ള ഉപ്പമാരോട് പറയാണ്, നിങ്ങളതാ അരവുടുപ്പ് ധരിക്കുമ്പോ നിങ്ങൾ ഉറപ്പുവരുത്തണം നെരിയാണിക്ക് താഴോട്ട് എന്റെ ആ പാന്റ് ഇറങ്ങിയിട്ടില്ല,
ആരെ ഉടുപ്പ് ഇറങ്ങിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണം. ഒരു പക്ഷെ അങ്ങനെ താഴോട്ട് ഇറങ്ങി അത് നിങ്ങൾ അറിയാതെയാണ് ചെയ്തതെങ്കിൽ ജനങ്ങൾ ഉണർത്തിയാൽ നിങ്ങൾ അത് മുകളിലോട്ട് ഉയർത്തണം, ഒന്നും കൂടി നന്നാക്കി വെക്കണം. ഇല്ല, നിങ്ങൾ വീണ്ടും അതിങ്ങനെ താഴോട്ട് വലിച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അത് ഖാറൂനിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവമുള്ള ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ സൗബഹു ഖുയലാ. അഹന്ത കാണിച്ചിട്ട്, അഹങ്കാരം കാണിച്ച്, ധിക്കാരം കാണിച്ച് വസ്ത്രം നിലത്തോട്ട് വലിച്ചു കൊണ്ടുപോകുന്നവനെ ഖിയാമത്ത് നാളിൽ അല്ലാഹ് കാണൂല കേട്ടോ, അവരിലേക്ക് റബ്ബ് നോക്കൂല കേട്ടോ. അങ്ങനെ വലിയ ധിക്കാരം കാണിച്ചിട്ട് നടന്ന ഖാറൂൻ, ആ ഖാറൂനിനെ പടച്ച റബ്ബ് ധാരാളം അങ്ങ് സമ്പാദ്യം അങ്ങ് കൊടുത്തപ്പോ ഖാറൂനിന്റെ ന്യായം നോക്കൂ നിങ്ങൾ. ഇവിടെ ആര് എന്ത് ചെയ്താലും ഏത് തെറ്റ് ചെയ്താലും അതിന് പലതും ന്യായം പറയാൻ അവർക്ക് അവസരമുണ്ട്. ഖാറൂന് പറഞ്ഞ ന്യായം എന്താണ്? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഖാറൂന് നല്ല വിവരസ്ഥനായിരുന്നു. തൗറാത്തിലുള്ളതിനെ കുറിച്ച് നല്ല വിവരമുള്ള ആളായിരുന്നു ഖാറൂൻ. മുതലാളി മാത്രല്ല, തൗറാത്തിലുള്ളതിനെ കുറിച്ച് നല്ല വിവരമുള്ള ആളായിരുന്നു ഖാറൂൻ. ആ ഖാറൂനാ പറയുന്നത്, എനിക്ക് ഇത്രയെല്ലാം പണം കിട്ടാൻ കാരണം ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. എന്റെ അടുത്ത് ഇൽമുണ്ടല്ലോ, വിവരമുണ്ടല്ലോ, ആ വിവരമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ സമ്പത്ത് മുഴുവനും കിട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ അല്ലാഹ് പറയാണ്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ. എന്തേ ഇത്രയെല്ലാം വിവരമുള്ള ഖാറൂനിന് ഒരു വിവരമില്ലാതെയായി പോയല്ലോ? എന്താണ് വിവരം? ആ ഖാറൂനിനെക്കാളും മുമ്പ് കഴിഞ്ഞു പോയ എത്ര ആളുകളുണ്ട്. ഖാറൂനിനേക്കാൾ നല്ല ആരോഗ്യമുണ്ടായവർ, ഖാറൂനിനേക്കാൾ വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ. പക്ഷെ അവരെ എല്ലാം ധിക്കാരം കാണിച്ചതിന്റെ പേരിൽ റബ്ബ് അവരെ അങ്ങ് ശിക്ഷിച്ചു കളഞ്ഞല്ലോ, നശിപ്പിച്ചു കളഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണ് ഖാറൂനിനെ അറിയാതെ പോയത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിക്കുന്നു. ഇവിടെ ഇപ്പൊ നീട്ടി വാല് പറയാൻ സമയമില്ല, ഞാൻ എന്റെ വാല് ചുരുക്കുന്നു. പടച്ച റബ്ബിനെ കുറിച്ച് നല്ല പേടി വേണോ? സക്കരിയ നബി അലൈഹിസ്സലാമിന് കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമാ മക്കളാകാതിരുന്നത്? സക്കരിയ നബി അലൈഹിസ്സലാമിന് സൂറത്തുൽ അംബിയാ തുറന്നു നോക്കിയാ കാണില്ലേ? സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. എന്നെ നീ ഒറ്റക്കാക്കി കളയല്ലേ റബ്ബേ, എനിക്കൊരു പിൻഗാമിയെ വേണം, എനിക്കൊരു അനന്തരാവകാശിയെ വേണം. ഞാനൊരു നബിയാണെങ്കിൽ എനിക്ക് എന്റെ പിൻഗാമിയായ ഒരു നബി വേണം എന്ന് ചോദിച്ച് വാങ്ങിയില്ല. യഹിയാ നബി അലൈഹിസ്സലാം എന്ന മോനെ സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹ് കൊടുത്തില്ലേ? ആ ഭർത്താവിനെ കുറിച്ചും ഭാര്യയെ കുറിച്ചും അതുപോലെ മകനെ കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ അല്ലാഹ് പുകഴ്ത്തി പറഞ്ഞില്ലേ? എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതം സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കുടുംബ ജീവിതമാകണ്ടേ? എന്താണ്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ആ കുടുംബം ഏത് നല്ല കാര്യത്തിലും മുമ്പോട്ട് വരുന്നവരാണ്. വളരെ പെട്ടെന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. രണ്ടാമത്തത് റബ്ബിൽ വലിയ പേടിയുള്ള ആളുകളാണ് എന്ന് ഖുർആൻ അവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലേ? ഇതുപോലെ അല്ലാഹനെ കുറിച്ച് നല്ല പേടി ഖൽബിൽ ഉണ്ടാകണം, നല്ല ഭയം ഉണ്ടാകണം. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. എന്തുകൊണ്ടാണ് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയുക എന്ന് പറയാൻ കഴിയില്ല. തഫ്സീർ
തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു കാര്യം പറഞ്ഞത് കാണാം. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ലോകത്തോട് വിട പറയുന്നു. അദ്ദേഹം ഖിയാമത്ത് നാളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അല്ലാഹു തആല മലക്കുകളെ പറഞ്ഞയക്കുന്നു. പറഞ്ഞയച്ചിട്ട് അയാളുടെ അരികിൽ വല്ല അമലുമുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. അയാളെ കയ്യിൽ ഒരു അമലുമില്ല. ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് നോക്കാൻ പറയുന്നു. അപ്പ മലക്കുകൾ റബ്ബിനോട് പോയി പറയാണ്, റബ്ബേ, അയാളെ കൈവിരലിൽ ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കുത്തിവെച്ചതുണ്ട്. അപ്പൊ അല്ലാഹ് മലക്കുകളോട് പറയാണ്, ആ മോതിരം കാരണം കൊണ്ട് അയാളെ നിങ്ങൾ അദ്ഖിലൂഹുൽ ജന്ന, അയാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂ. ഇതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്കിതുകൊണ്ടൊന്ന് രക്ഷപ്പെടണമെന്ന വലിയ പ്രതീക്ഷയോടെ, വലിയ താല്പര്യത്തോടെ ആകണം നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ പ്രവർത്തനവുമെന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി എല്ലാ ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് നല്ലവരായി ജീവിച്ച് പടച്ച റബ്ബ് നമുക്ക് തന്ന ആരോഗ്യം കഴിവിന്റെ പരമാവധി സംഘടനയിലൂടെ പ്രവർത്തിക്കാൻ അവസരം കണ്ടെത്തി ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനം, ചില ആളുകൾക്ക് പ്രസംഗിച്ചിട്ട് പ്രവർത്തിക്കാൻ കഴിയും, സംഘടനയെ പ്രചരിപ്പിക്കാൻ കഴിയും, അങ്ങനെയുള്ളവരങ്ങനെ ചെയ്യണം. വേറെ ചില ആളുകൾക്ക് അങ്ങനെ പ്രസംഗിക്കാൻ കഴിഞ്ഞൊള്ളുന്നില്ല, അവർക്ക് വല്ലാതെ ഓടി നടക്കാൻ കഴിയും, അങ്ങനെയുള്ളവർ അങ്ങനെ ഓടി നടക്കാൻ കഴിയണം. ആ രൂപത്തിൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടുത്തി നമ്മുടെ നാടുകളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചമായ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ശ്രമിക്കണം കേട്ടോ. അതിന് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കൾ മുമ്പോട്ട് വരണം, രംഗത്ത് വരണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകൾ കാണിച്ചു തന്ന ആദർശം, ബഹുമാനപ്പെട്ട ശൈഖുനാ നൂറുൽ ഉലമാ ഉസ്താദ് അവരുകൾ കാണിച്ചു തന്ന ആദർശം, ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ പൊസോട്ട് തങ്ങളുപ്പാപ്പ നവ്വറല്ലാഹു മർഖദ അവർ കാണിച്ചു തന്ന ആദർശം, താജുശ്ശരീഅ ശൈഖുനാ ഉസ്താദ് കാണിച്ചു തന്ന ആദർശം, ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം ഖിയാമത്ത് നാൾ വരെ വരുന്ന നമ്മുടെ പിൻതലമുറക്കാർക്ക് ആ ആദർശം എത്തിച്ചു കൊടുക്കാൻ എന്റെ ഈ ആയുസ്സിൽ ചെയ്യേണ്ടുന്നതെല്ലാം നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അതിന് ഞങ്ങൾക്ക് വലിയ നേതൃത്വമായി ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ ഉസ്താദുണ്ട്, ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദുണ്ട്, മറ്റു നമ്മുടെ മഹാരഥന്മാരായ നേതാക്കളുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ ഈ മഹാരഥന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളുമുണ്ട്. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് അവസാനം മരിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിലായി മരിച്ച് ധാരാളം ആളുകളുടെ ഖുർആൻ ഓത്തും ഒരുപാട് തഹ്ലീലുകളും ജനാസ നിസ്കാരവും മറ്റുമെല്ലാം ലഭിച്ച് ഖബറിൽ സന്തോഷത്തോടെ കിടന്ന് സ്വർഗം കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയെല്ലാം നീ പെടുത്തണം റഹ്മാനേ. അതിന് നമ്മുടെ ഈ സദസ്സ് നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. കൂറത്തങ്ങൾ ഉപ്പാപ്പ വഫാത്തായപ്പോൾ തടിച്ചുകൂടിയ ആ വലിയ ജനബാഹുല്യം, ഇവിടെ ഏതെങ്കിലും ഒരു പുതിയ ആശയക്കാർക്ക് അങ്ങനെ ഒരു ജനബാഹുല്യം കാണിക്കാൻ കഴിയോ? അവരുടെ ഏതെങ്കിലും ഒരു നേതാവ് മരിച്ചപ്പോ അങ്ങനെ അത്രയും ആള് കൂടിയത് ഒന്ന് തെളിയിക്കാൻ കഴിയുമോ? കാണിക്കാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മകനോട് പറയാണ്, മോനെ, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഖൂലൂ ലി അഹ്ലിൽ ബിദ്അ,
ഈ പുത്തനാശയക്കാരോട് നിങ്ങൾ പറയണം, ബൈനനാ വ ബൈനക്കും യൗമൽ ജനായിസ്, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം കാണുന്ന ഒരു ദിവസമുണ്ട്. അതെപ്പോഴാന്നറിയോ? മരിച്ചു കിടക്കണ ഒരു ദിവസം. ഞങ്ങളടുത്ത് പലരും വന്നിട്ട് ഖുർആൻ ഓതും, പലരും തഹ്ലീൽ ചൊല്ലും, പലരും ദിക്ർ ചൊല്ലും, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഞങ്ങളെ മരണ വാർത്ത കേട്ടിട്ട് ഒരുപാട് സുന്നി മക്കൾ ഒരുമിച്ച് കൂടും. അതൊന്നും നിങ്ങൾക്ക് കിട്ടൂല, പുത്തനാശയക്കാർക്ക് കിട്ടൂല. ഖുർആന്റെ ഒരു ബിസ്മി ഓത്ത് കിട്ടുവോ? അവർക്ക് കിട്ടൂല. അതുകൊണ്ട് ഖുലൂലി അഹ്ലിൽ ബിദഇ, ആ പുതിയ ആശയക്കാരോടും ചിന്താഗതിക്കാരോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്ന് മകനെ വിളിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയം പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം മഹാന്മാരെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അതുകൊണ്ട് യുവാക്കളെ, നമ്മെ യാത്ര പറഞ്ഞേക്കുമ്പോൾ മഹാരഥന്മാരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ വന്ന്, മുതഅല്ലിമീങ്ങൾ വന്ന്, ധാരാളം മുഅ്മിനീങ്ങൾ വന്ന് വളരെ സന്തോഷത്തോടെ ഞങ്ങളെ യാത്ര പറഞ്ഞേക്കണം. അതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത്ര ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാൻ. ഇപ്പം മഴയില്ലെങ്കിലും ഇതിപ്പോ ഒരു മഴന്റെ സമയമാണല്ലോ. നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണോ എന്നറിയില്ല. ആണോ? ഇപ്പൊ അവധി ഇങ്ങനെ എന്നും കൊടുക്കണമുണ്ട്. എന്നാണ് അവധി ഇല്ലാത്തതൊന്നും അറിയണില്ല. അവധി ഉണ്ടല്ലോ അല്ലേ? പക്ഷെ എന്നാലും ഇതൊരു മഴ പെയ്യണ സമയമായിട്ട് പോലും അൽഹംദുലില്ലാ മഞ്ചേശ്വരം ഡിവിഷൻ SSFന്റെ ഈ ഒരു സാഹിത്യോത്സവിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ഇൽമിന്റെ സദസ്സ്, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വത്തിലുള്ള ദുആഇന്റെ മജ്ലിസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാണ്. ഇത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും എന്നറിയോ? ഈ പരിസരത്ത് സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പൂർവ്വസൂരികൾ, മഹാരഥന്മാർ, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ വന്യ പിതാവ് ബഹുമാനപ്പെട്ട പുസോട്ട് തങ്ങളുപ്പാപ്പ ഈ ഭാഗങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ താജുശ്ശരീഅ ഉസ്താദ് അവരുകൾ ഈ ഭാഗത്തൊക്കെ നിറസാന്നിധ്യമായിരുന്നു. ഇന്ന് അവരുടെ ആത്മാവാണ് ഏറ്റവും കൂടുതൽ അവരുടെ പിൻഗാമികളായ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നത്. അല്ലാഹു ഈ ഒരു പ്രവർത്തനത്തിന്റെ സന്തോഷം പിൻതലമുറകളിലൂടെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തന്ന് ഖബറിൽ കിടക്കുമ്പോൾ ഈ രംഗം കണ്ട് സന്തോഷിക്കാൻ അല്ലാഹു നമുക്കൊക്കെ അവസരം തരട്ടെ എന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ കുറെ നേരായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഞാൻ പിന്നെ തുടങ്ങിയിട്ടേ ആയതുകൊണ്ട്, പിന്നെ തങ്ങളുപ്പാപ്പ ധൃതിയുണ്ടെന്ന് അറിയിക്കാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് നേരം സംസാരിച്ചത്. വൈകിയതിൽ തങ്ങളുപ്പാപ്പാനോടും ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലേ, നമ്മളെ ഏത് വിഷയവും അതങ്ങ് മഹാനരിലേക്കാണ് എത്തുന്നത്, താജുൽ ഉലമയിലേക്കാണ്. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പേരിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആസ്ഥാനം, അത് ഇവിടെ താജുൽ ഉലമ സൗദം, അത് മജിർ പള്ള, അതിന്റെ വിപുലീകരണം നേരത്തെ ഇവിടെ പറഞ്ഞു. വിപുലീകരണമൊക്കെ കഴിഞ്ഞില്ലേ? ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൗദ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. അത് ഒന്ന് മൊഞ്ചു കൂട്ടിയിട്ട് ഒന്ന് വിപുലീകരിച്ച് അതൊരു മട്ടത്തിലാക്കണം. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. അതിന് ബഹുമാനപ്പെട്ടവരുടെ മക്കൾ തന്നെയല്ലേ ഒരുങ്ങേണ്ടത്, അവരുടെ അനുയായികൾ തന്നെയല്ലേ ഒരുങ്ങേണ്ടത്. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഈ കൂടിയതുകൊണ്ട് അങ്ങനെ ഒരു വിപുലീകരണത്തിന് അതിന്റെ ഒരു വഴി നമുക്ക് ഇന്നത്തെ സദസ്സിൽ മുഅ്മിനീങ്ങളായ നിങ്ങളുടെയും ഒരുപാട് ഉമ്മപെങ്ങന്മാരുണ്ട്, അവരുടെയൊക്കെ സഹായം കൊണ്ട് സാധിച്ചാൽ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം. ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയേ ഉള്ളൂ. ഇന്നലെയും ഞാൻ സ്ക്വയർ ഫീറ്റ് പിരിച്ചിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റ് ഇന്നലെയും ഞാൻ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് 250 രൂപയേ ഉള്ളൂ. അത് മറ്റേ ഷീറ്റിന്റെ സ്ക്വയർ ഫീറ്റാണ്. ഇത് കെട്ടിടത്തിൻ്റെതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒരു നല്ല മനസ്സ് കാണിച്ചാൽ അതിവിടെ പൂർത്തിയാകും. നല്ല നിയത്തോടുകൂടെ എന്നോട് തോക്കെ സഖാഫി ഉസ്താദ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, എന്നൊരു 5 ലക്ഷം രൂപ
നല്ലതാണ്. ഒരു 10 ലക്ഷം ആയാൽ സാഹിത്യോത്സവിൻ്റെ ചെലവും കൂടിയാകും എന്ന്. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ വിപുലീകരണത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒന്ന്, സാഹിത്യോത്സവിന് പിന്നെ ഏതായാലും നടത്തുമ്പോൾ അവരതിൻ്റെ വഴി കണ്ടിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് വിപുലീകരണത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, ഞങ്ങളെ പാപ്പനെ ഇരുത്തിയിട്ട് നേരം വൈകണതും ശരിയല്ല, ഒരു നല്ല നിയത്തോടുകൂടെ 1 സ്ക്വയർ ഫീറ്റിന് പിന്നെ 2000 രൂപ. എത്ര സ്ക്വയർ ഫീറ്റാണ് ചോദിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞേ തുടക്കം 1 സ്ക്വയർ ഫീറ്റ് ചെറുതാകാനും പാടില്ല. എത്ര ലത്തീഫ് കല്ല് ഇവിടെ ഉണ്ട്, എത്ര ചോദിക്കണ്ടേ?